ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഗൗതമി GS ട്രിവാൻഡ്രത്ത് നിന്നും. വീട് എവിടെയാണ്? ട്രിവാൻഡ്രത്ത് അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. ട്രിവാൻഡ്രത്ത് അമ്പലമുക്ക് നമുക്കറിയാലോ. എത്ര മക്കളുണ്ട് നിങ്ങള്? എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേരെന്താ? ഗൗരി. വീട്ടില് ചേച്ചിയായിട്ട് വഴക്കുകൾ ഉണ്ടാക്കാറുണ്ടോ? എന്നും ഉണ്ട്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. എത്ര വർഷമായി ഡാൻസ് പഠിക്കാൻ അയ്യോ, തുടങ്ങിയിട്ട്? മാസങ്ങളായതേ ഉള്ളൂ. എന്നാലും ഡാൻസ് പഠിച്ചത് എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. കാരണം ഇറങ്ങി വരുന്ന സമയത്തുള്ള ആ തുഴലും അതിനൊരു പ്രത്യേക ഒരു ഡാൻസിൻ്റെതായ സ്വഭാവമുണ്ട്. ഈ ഡാൻസ് പഠിച്ചവർ ഞാൻ എന്നൊക്കെ പറയുന്നത് കേട്ടാൽ ഈവൻ അഭിനേത്രി സുകുമാരി ചേച്ചിന് വരുന്നത് ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ഒരു മുദ്രയും കാര്യങ്ങളൊക്കെ അതിനകത്ത് എപ്പോഴും ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവും. ഇവിടെ ഡാൻസ് മാത്രം പോരാ, ബുദ്ധി വേണം. ഒരുപാട് കാര്യങ്ങൾ വെച്ചാണ് നമ്മളിവിടെ മത്സരിക്കാൻ പോകുന്നത്. പാട്ടും പാടുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണോ? അപ്പൊ ചിലപ്പോ ചില സാഹചര്യത്തിൽ എനിക്ക് ബോറടിച്ചാൽ നന്ദിനി കാരണം എന്തെങ്കിലും ബോർ ഈ ഷോയിൽ ഉണ്ടായാലും അപ്പൊ ഞാൻ പാടാൻ പറയാം. അപ്പൊ പാടാൻ റെഡിയാണല്ലോ? റെഡി. നമ്മൾ രണ്ടുപേരും അല്ലായിരുന്നു കൂട്ടുകാര്? ഞാൻ രണ്ടുപേരുമായിട്ട് കൂട്ടുകാരാ. ഒരു 3 സെന്റിമീറ്ററും കൂടെ വളർന്ന ഈ കൊച്ചിന് അതിനേക്കാൾ കൂടുതൽ പൊക്കം ഉണ്ടാവും. അതും 3 അടിയുടെ ഹീൽ ഇട്ടിട്ട്. അപ്പൊ ഇനി വെറുതെ നിൽക്കാൻ നിൽക്കണ്ട, അടുത്ത ആളെ വിളിക്കൂ. അടുത്ത കണ്ടസ്റ്റന്റ് മിഥുൻ SM പിള്ള, കൊല്ലത്ത് നിന്നും. മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇറങ്ങി വരുമ്പം എന്താ ഒരു പഞ്ച്, ഒരു റോക്ക് സ്റ്റാർ ഫീൽ ഇല്ലായിരുന്നു? പിന്നെ നല്ല കുറിയും തൊട്ട് സാത്വികനായിട്ട് മുടിജീകി വന്നൊരു കൊച്ചിന് റോക്ക് സ്റ്റാർ. നല്ല ഭജന സംഘത്തില് നിന്നിട്ട് അതെ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചോ മത്സരത്തിൽ ജയിക്കണെന്നുള്ളത്? ഞാൻ ജയിക്കണെന്നാണോ പ്രാർത്ഥിച്ചത്? കൂടെ ഉള്ളവർ തോക്കണെന്നാണോ പ്രാർത്ഥിച്ചത്? എല്ലാവർക്കും നല്ലതാണ്, കളിക്കാൻ പറ്റണം. എല്ലാവർക്കും കളിക്കാൻ പറ്റണം. വരുന്നവർക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റണേ. എനിക്ക് കൂടുതലായിട്ട് കുറച്ചും കൂടെ എനർജി ഒന്ന്. അപ്പൊ ഇപ്പൊ ഇന്നത്തെ കളിയിൽ ദൈവം പ്രാർത്ഥിച്ചപ്പോ എന്താണ് പറഞ്ഞത്? മോൻ ജയിക്കുന്നാണോ പറഞ്ഞത് അതോ വേറെ ആരെങ്കിലും ജയിക്കുന്നാണോ പറഞ്ഞത്? അതെനിക്ക് അറിയാൻ പറ്റും. ബാക്കിയുള്ളവർ എന്താ പ്രാർത്ഥിച്ചെന്നുള്ളത് അറിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ആളെ വിളിക്കാം. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് സാന്ദ്ര M, കോഴിക്കോട് നിന്നും. സാന്ദ്ര, എന്തുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. ഈ മുടിയൊക്കെ ആരെ ഇങ്ങനെ വെച്ച് കെട്ടി തന്നിരിക്കുന്നത്? കെട്ടിയിട്ടില്ല. കെട്ടിട്ടില്ലേ? 2 സ്ലൈഡ് കുത്തിയിട്ടേ ഉള്ളൂ അല്ലേ? സാന്ദ്രയുടെ മുടി കാണുമ്പോ എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. കാർ കൂന്തൽ കെട്ടിനെന്തിന് ഡാഷ്, എന്താണ്? അറിയില്ല. കേട്ടിട്ടില്ലേ? അറിയില്ല. വാസന തൈലം. ഞങ്ങളൊക്കെ ന്യൂ ജനറേഷൻ, ചേട്ടൻ ഓൾഡ് ജനറേഷൻ. അതെ, ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ പറയുന്നത്. നിങ്ങളൊക്കെ സമപ്രായക്കാരാണെന്നാണ് പറയുന്നത്. ബുദ്ധിയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കും. നമ്മൾ ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും. സാന്ദ്ര, വീട്ടിൽ ആരൊക്കെ ഉണ്ട് സാന്ദ്ര? അമ്മ, അച്ഛൻ, അച്ഛമ്മ, ചേച്ചി, അനിയൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th സ്റ്റാൻഡേർഡ്. 8th സ്റ്റാൻഡേർഡ്. പൈതഗോറസ് സിദ്ധാന്തം ചോദിക്കേണ്ട പ്രായത്തിലാണ് ഞാൻ കൊച്ചിനെ വിളിച്ചെടുത്ത് പട്ടി വേണോ പൂച്ച വേണോ എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. ചുമ്മാ കള്ള പറയുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ നേരെ തിരിച്ചായിരുന്നു. അതായത് ഇപ്പോഴത്തെ പിള്ളേര് വളരെ ചെറിയ ചെറിയ പിള്ളേരാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് തോക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ 3ാം ക്ലാസ്സിൽ തോറ്റു പോകും. അതോടെ അവനെ പിരിഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ട് 4ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 4ാം ക്ലാസ്സിൽ 4 പേര് തോറ്റിരിപ്പുണ്ടാവും, പുതിയ കൂട്ടുകാർ. അങ്ങനെയാണ് നമുക്ക് കൂട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്പോർട്സ് ഡേ ഒക്കെ വരുമ്പം UP വിഭാഗത്തിന് ഷോർട്ട് പുട്ടിനുണ്ട ചെറുതാണ്, 2-3 കിലോ ഉള്ളൂ. വലിയ വിഭാഗത്തിന് വലിയ 8 കിലോയുടെ ഷോർട്ട് പുട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ എറിയുന്നത്. സ്പോർട്സ് ഡേ വന്നപ്പോൾ തോറ്റിരിക്കുന്ന ഒരു ജോമോനുണ്ട്. അവന് 8ാം ക്ലാസ് ആയപ്പോൾ ഇത്രയും താടിയായി, ഹെഡ് മാസ്റ്ററിനേക്കാൾ കൂടുതൽ താടിയായി. ഹെഡ് മാസ്റ്റർ വരെ അവനെ സാറേനെ വിളിച്ചോണ്ടിരുന്നത്. ആ സ്പോർട്സിന് എപ്പോഴും ജോമോനാ ഫസ്റ്റ്. കാരണം PM പിള്ളേരുടെ ഒറ്റ ഓട്ടത്തിന് ജോമോൻ 100 മീറ്റർ തോപ്പിക്കും. ഹൈ ജമ്പ് ഒക്കെ ജോമോൻ ഇങ്ങനെ കിടന്നാ ഫസ്റ്റ് മേടിച്ചോണ്ടിരുന്നത് യൂണിവേഴ്സിറ്റി. അത്രയും വലുതായിരുന്നു. അപ്പോൾ ഈ ഷോർട്ട് പുട്ടിന് എടുത്ത് ഡ്രില്ല് സാർ ജോമോനെ ഷോർട്ട് പുട്ട് എറിഞ്ഞോളാൻ പറഞ്ഞു. ഇവന് ഓടി ചെന്നിട്ട് ആ ചെറിയ 2.5 കിലോയുടെ ഉണ്ടെടുത്ത് ഒറ്റ ഏറെ അത് അപ്പുറത്തെ പള്ളിയിലച്ഛൻ്റെ റബ്ബർ തോട്ടത്തിട്ട് പോയിട്ട് ആ ഷോർട്ട് പുട്ടിൻ്റെ ഇന്നും ആ സ്കൂളിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിപ്പോ നേരെ തിരിച്ചാണ്. ചെറുതായി പോയി കുട്ടി. എന്താ ഇങ്ങനെ? അതെങ്ങനെ ടെക്നിക്കലി ശരിയാവും? എന്നെ കുറച്ച് നേരത്തെ സ്കൂളിൽ ചേർത്തിയത് കൊണ്ട് 8ാം ക്ലാസ്സിൽ എത്തിയപ്പോഴും ഞാൻ ചെറുതായിട്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇതിലൊന്നും ലുക്കിലല്ല, വർക്കിലാണ് കാര്യം എന്നാണ് നമുക്കറിയാലോ അല്ലേ? നമുക്കിപ്പോ ഹൈറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ടോ ഇതൊന്നുമല്ല കാര്യം. ബുദ്ധിയുണ്ടോ ഭാഗ്യമുണ്ടോ അത് മാത്രമേ ഈ മത്സരത്തിൽ പ്രതി. അത് രണ്ടും ഉണ്ടല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം ഉണ്ടെന്ന് തോന്നിയത് എപ്പോഴാ? ഈ പരിപാടിയിൽ ഓഡിഷൻ സെലക്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ സ്വാഭാവികമായിട്ട് നല്ലൊരു ഗൈഡ് കൊടുക്കണം. സ്കൂളിൽ ഏതൊക്കെ ഇനത്തിനാണ് സമ്മാനം കിട്ടുന്നത്? ക്വിസിന് പോകാറുണ്ട്, പിന്നെ വേറെ സ്പീച്ചിന് പോകാറുണ്ട്. സ്പീച്ചിന് പോകാറുണ്ട്. ഒരു വിഷയം തന്നെ അതിനെ പറ്റി പെട്ടെന്ന് സ്പീച്ച് ചെയ്യാൻ പറ്റുമോ? പഠിച്ച് പറഞ്ഞ് സമ്മാനം വാങ്ങി. 3 പേരോടും കൂടെ പെട്ടെന്നൊരു ചോദ്യം. ജനിക്കുമ്പോ ജനിക്കൂല, ജനിച്ചിട്ട് ജനിക്കുള്ളൂ, എന്താണത്? ജനിക്കുമ്പോ ജനിക്കൂല, ജനിച്ചിട്ട് ജനിക്കുള്ളൂ, എന്താണത്?
തോറ്റോ? തോറ്റു. തോറ്റു. പല്ല് നമ്മൾ ജനിക്കുമ്പോ പല്ലുണ്ടാവില്ല, ജനിച്ചു കുറച്ച് ദിവസം ഞാൻ കഴിഞ്ഞ് ജനിച്ചപ്പോ പല്ലുണ്ടായിരുന്നു. സത്യമായിട്ട് ഞാൻ ജനിച്ചപ്പോ പല്ലുണ്ടായിരുന്നു. മനുഷ്യന്റെ കാര്യമാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് വാലുണ്ടോ പല്ലുണ്ടോ കൊമ്പുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഇത് പലതും ഉണ്ടാവും കേട്ടോ. അതിനെ കുറിച്ച് പറയാൻ നിൽക്കണ്ട. തോറ്റു. ഞാൻ ജയിച്ചേ. എല്ലാവരും കഴിയും. ഓക്കെ, അടുത്ത ആളെ വിളിച്ചോ. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് എറണാകുളത്ത് നിന്നും നന്ദലാൽ VT. നന്ദലാൽ ഇപ്പൊ എത്രാം ക്ലാസ്സിലായി? 5ാം ക്ലാസ്സിൽ. ക്ലാസ് ടീച്ചറിന്റെ പേരെന്താണ്? വാസന്ത ടീച്ചർ. ക്ലാസ്സിലെ ഏറ്റവും നല്ല ഫ്രണ്ട് ആരാണ്? സഞ്ജയ്. ഈ മത്സരത്തിൽ ഇങ്ങനെ വന്നപ്പോ ഒരു ജയിക്കുമെന്നൊക്കെയുള്ള ഒരു വിശ്വാസം തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ടെൻഷൻ വരുന്നോണ്ടാണ് കൈ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിരിക്കുന്നത്? എന്തിനാ ടെൻഷൻ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയ്ക്ക് വരുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ ടെൻഷൻ. ആണാ? സമ്മാനം കിട്ടിയാൽ എന്ത് ചെയ്യും? എനിക്ക് എന്റെ പകുതി തരുമോ? പറ്റുന്നത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി എടുക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് കൊണ്ടുപോകാം. എടുക്കാൻ പറ്റുന്നത് മൊത്തം ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. ബാക്കി നമ്മള് പിടിച്ചേട്ടന് കൊടുക്കും. എന്നിട്ട് അതിന്റെ പെട്ടിക്കകത്ത് ബാക്കി ഇരിക്കുന്ന തെർമോക്കോളും കാർഡ്ബോർഡിന്റെ പെട്ടി എനിക്ക് വീട്ടിൽ ഞാൻ കൊണ്ടുപോകണം അല്ലേ? നടന്നു തന്നെ. ശരി, എന്റെ ഒരു കയ്യിൽ ബുദ്ധിയും ഒരു കയ്യിൽ കുറച്ച് പൈസയും വെച്ചാൽ മോനെ ഏതെടുക്കും? ബുദ്ധി. നന്ദിനി ഏതെടുക്കും? പൈസ. എനിക്ക് ഓൾറെഡി ബുദ്ധിയുണ്ടല്ലോ. നമ്മുടെ ഫൈനൽ കണ്ടസ്റ്റന്റ് ഇടുക്കിയിൽ നിന്നും റോസ്മരിയ. റോസ്മരി എത്രാം ക്ലാസ്സിലായി? 6ൽ. റോസ്മരിയുടെ ഈ സ്റ്റൈലിസ്റ്റ് ആരാണ്? അമ്മയാണോ മുടി ഫ്രണ്ടിൽ വെട്ടണം എന്നൊക്കെ പറഞ്ഞു തരുന്നത്? അല്ല, ഞാൻ പറഞ്ഞപ്പോ അമ്മ വെട്ടി തന്ന. ചില അമ്മക്ക് പറയില്ല മോളെ മുടി വെട്ടണ്ട, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെയൊന്നും പറയില്ല. റോസ്മരി ഇപ്പൊ എനിക്ക് ഇങ്ങനെ മുടി വെട്ടണം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ വെട്ടും. അപ്പൊ തന്നെ വെട്ടുമല്ല, അപ്പൊ തന്നെ അല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വീട് ഇത് കൊണ്ടുതരും. ഈ ചേച്ചിയുടെ മുടിയുടെ സ്റ്റൈലിനെ പറ്റി 2 വാക്ക് പറയൂ. പറഞ്ഞോളൂ. നല്ല ചേച്ചി, നല്ല മുടിയോ. നല്ല മുടി. കള്ളം പറഞ്ഞാൽ നരകത്തിൽ പോകുന്നുള്ളത് അറിയാലോ. ഇന്ന് ഫസ്റ്റ് അടിക്കും കേട്ടോ. ഇങ്ങനെ പൊക്കി പറഞ്ഞ ഫസ്റ്റ് അടിക്കും എല്ലാവരും. നിങ്ങളിൽ ഒരാളെ ഞങ്ങൾക്ക് ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഔട്ടാക്കണം. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന കുഞ്ഞു കുട്ടികളിൽ ഒരാള് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടായി പോവാന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് സങ്കടമാണ്. പക്ഷേ ഈ കളിയുടെ നിയമം അങ്ങനെയാണ്. ഒരാൾ ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് ഔട്ടായി പോകും. അതാരാണെന്ന് ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ അത് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും നേരെ ബാക്കിലെ സ്റ്റെപ്പിന്റെ ഫ്രണ്ടിൽ 1 2 3 4 നിലയുടെ തൊട്ട് മേളിൽ അവനൊരു നമ്പർ എടുത്ത് കയറിയിരുന്നു. ഞാൻ കാണുന്നില്ല. അപ്പോ നിങ്ങൾ 5 പേര് നിരന്ന് നിന്നു. അറിയില്ല ഇതിൽ ആരാണ് ഔട്ടാകാൻ പോകുന്നതെന്ന്. നന്ദിനി അവർക്കുള്ള സ്ലേറ്റുകൾ കൊടുക്കും. ആരായിരിക്കും ഈ ഷോയിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാൽ നിങ്ങൾക്ക് അപകടമായി മാറുക എന്നെല്ലാം ചിന്തിച്ചിട്ട് അടുത്ത് നിൽക്കുന്ന ആള് കാണാതെ വേദനാജനകമായ മുഹൂർത്തങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്പർ എഴുതി വെക്കും. മോൾ ഔട്ട് ആവണമെന്ന് ആരെങ്കിലും ഇതിൽ എഴുതിയിട്ടുണ്ടാവോ? അറിയില്ല. മോൾ ഔട്ട് ആവണമെന്ന് ആരെങ്കിലും എഴുതിയിട്ടുണ്ടാവോ? അറിയില്ലെന്ന് എനിക്കറിയാം, എന്നാലൊരു ഊഹം. താൻ ഔട്ട് ആവണമെന്ന് ആരെങ്കിലും എഴുതിയിട്ടുണ്ടാവോ? നോ. ഇതാണ് മനുഷ്യന്റെ കാര്യം. ഓണം താഴത്തേക്ക് ഇറങ്ങി. കരയാതെ സ്ലേറ്റ് നോക്കി. അങ്ങോട്ട് നോക്കി. അപ്പൊ വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ നിന്നും ഇടുക്കിയിൽ നിന്നും വന്ന റോസ് മരിയ പുറത്താകുകയും ബാക്കി 4 പേര് അകത്താകുകയും ചെയ്തിരിക്കുകയാണ്. സങ്കടമുണ്ടോ? അതാണ് റോസ് മരിയനെ എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടം. റോസ് മരിയയെ പറ്റി ഞാൻ വായിച്ചപ്പോൾ അറിഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, റോസ് മരിയ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയാണെന്ന് ഞാൻ കേട്ടു. ആണല്ലോ? റോസ് മരിയ ആദ്യം ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിത്തരും. ഇന്നു ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊന്തൂവൽ കൊണ്ട് പന്തരിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, 2ാം നാളിൻ്റെ ജീവനമുട്ടവനെന്തേ വന്നു കട്ടു, ഈട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേറ്റു.
കുഞ്ഞു പിള്ളേരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ്. ചെറിയ കാര്യങ്ങൾ മതി അവർക്ക് കരയാൻ. നമ്മൾ ചെറുതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരതിനെ വളരെ വളരെ വലുതായിട്ട് കാണുന്നുണ്ട്. ഈ വേദിയെ വളരെ വലുതായിട്ട് കാണുന്നുണ്ട്. ഈ അവസരത്തെ ഇവർ വളരെ വലുതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യം, ഇവിടെ നിന്ന് കിട്ടുന്ന ഈ മാനസികമായ ഒരു ധൈര്യം, ഈ ബലം ഇവർക്ക് വളരെ പ്രചോദനാത്മകമാണ്. തുടർന്ന് അങ്ങോട്ട് ജീവിതത്തിൽ തിരസ്കരിക്കപ്പെടുന്ന നിമിഷങ്ങളെ നെഞ്ചുവിരിച്ച് നിന്ന് നേരിടാൻ അവർക്ക് ശക്തി കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള അവരുടെ നിമിഷങ്ങളാണ്. വ്യക്തിപരമായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ അവതരിപ്പിക്കുന്ന ഞങ്ങൾക്കോ ചാനലിനോ ഒന്നും ഈ നിമിഷങ്ങൾ ഇഷ്ടമല്ല. പക്ഷേ ഒരു നിയമം, സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരിരിക്കാൻ പാടില്ല, ഇരിക്കുന്ന പുരുഷനോട് വന്നിട്ട് എണീറ്റ് മാറി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവൻ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇതൊരു സാധാരണ നിയമം മാത്രമായിട്ട് കണ്ടിട്ട് റോസ്മരിയ നന്നായിട്ട് പാട്ട് പാടി തന്നു. നിങ്ങൾ എന്തിനാ റോസ്മരിയോട് ഇങ്ങനെ ചെയ്തത്? അത് എല്ലാം 4 പേരും കൂടെ ഒരുമിച്ച്. റോസ്മരിക്ക് ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ. നന്നായിട്ട് ചെയ്യണം കേട്ടോ, ആരും പേടിക്കരുത്. ദേഷ്യമില്ല റോസ്മരിക്ക്? റോസ്മരി ഇടുക്കിയിൽ നിന്ന് ഇവിടം വരെ വന്നതാണ്. അതുകൊണ്ട് റോസ്മരിക്ക് സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ തന്നെ നന്ദിനി ചെല്ലു സമ്മാനങ്ങൾ എടുത്തുകൊണ്ട് വരും.